മൂന്നാറിൽ നിന്നും 27 കിലോമീറ്റർ അകലെ വട്ടവടയ്ക്കടുത്തായി മനോഹരമായൊരു കൊച്ചു ഗ്രാമം, അതായിരുന്നു യെല്ലപ്പെട്ടി. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത, ഒട്ടും പരിചയമില്ലാത്ത കുറച്ചാളുകളുമായി ഒരു യാത്ര പോവുക. അപരിചിതരായ മനുഷ്യർ പരിചിതരാകുന്ന മനോഹരമായ കാഴ്ചയായിരുന്നു ഞങ്ങൾക്ക് ചുറ്റും. ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് വരെയുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും വളരെ കൃത്യമായി പറഞ്ഞു തന്നിരുന്നു. തികച്ചും പ്രതീക്ഷിക്കാത്ത ഒരു മനോഹരമായ സെഷനായിരുന്നു ഇത്. പരസ്പരം കണ്ണുകൾ കെട്ടി ഇന്നർ മൈൻഡിൽ ഒതുക്കി വെച്ചിരിക്കുന്ന വിഷമങ്ങളും പ്രശ്നങ്ങളും സംസാരിച്ചു തീർക്കുക. യെല്ലപ്പെട്ടിയുടെ ഭൂപ്രകൃതി വളരെ മനോഹരമായിരുന്നു. ഏകദേശം 3 കിലോമീറ്ററോളം ട്രക്ക് ചെയ്തിട്ട് വേണം ക്യാമ്പ് സൈറ്റിലേക്ക് എത്താനായിട്ട്. കുത്തനെയുള്ള കയറ്റങ്ങളായതിനാൽ തന്നെ ട്രക്കിംഗ് ഒരുവിധം എല്ലാവരെയും ക്ഷീണിതരാക്കിയിരുന്നു. പോകുന്ന വഴി ഒരുപാട് നല്ല ഗ്രാമീണ കാഴ്ചകൾ കാണായിരുന്നു. പ്ലാന്റേഷൻ തൊഴിലാളികളുടെ ലയത്തിലൂടെ വേണം ക്യാമ്പ് സൈറ്റിലേക്ക് എത്തിച്ചേരാനായിട്ട്. തേയിലയ്ക്ക് പുറമെ ബ്രൊക്കോളി, ക്യാരറ്റ്, സ്ട്രോബെറി എന്നിവയും അവർ കൃഷി ചെയ്തിരുന്നു. പോകുന്ന വഴിയിൽ അത്രയും തന്നെ ഒരുപാട് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളെ കാണാനും പരിചയപ്പെടാനും സാധിച്ചു. യെല്ലപ്പെട്ടിയുടെ ഭൂപ്രകൃതി അൺപ്രഡിക്റ്റബിൾ ആണ്. ഏത് സമയം വേണമെങ്കിലും തെളിഞ്ഞ അന്തരീക്ഷവും കോടയും നമുക്ക് കാണാൻ സാധിക്കും. ക്യാമ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വാഹനങ്ങൾക്ക് പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ലഗേജ് തൂക്കി നമ്മൾ തന്നെ ക്യാമ്പ് സൈറ്റിലേക്ക് നടക്കേണ്ടതായിരുന്നു. ഇതായിരുന്നു ക്യാമ്പിലേക്കുള്ള എൻട്രി പോയിന്റ്. ഇടുങ്ങിയതും തെന്നലുണ്ടാക്കുന്നതുമായ വഴികളായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം നടക്കാൻ. ഞങ്ങളെല്ലാവരും തന്നെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു വ്യൂ കാണാൻ വേണ്ടി. പക്ഷേ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് മൊത്തത്തിൽ മിസ്റ്റ് മൂടി കിടക്കുന്ന ക്യാമ്പും ക്യാമ്പിൻ്റെ പരിസര പ്രദേശങ്ങളും ആയിരുന്നു. എന്നിരുന്നാലും ക്യാമ്പിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അട്രാക്റ്റീവ് തിങ് എന്ന് പറയുന്നത് ഈ വ്യൂ പോയിന്റ് ആയിരുന്നു. ഈവനിങ് നമുക്ക് വീണ്ടും ട്രക്കിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിറകിലായി ഈ കാണുന്നത് കണ്ണന്താവൻ പ്ലാന്റേഷൻസ് ആണ്. ഇതിലൂടെ വേണം നമ്മളുടെ ട്രക്കിംഗ് പോയിന്റിലേക്ക് എത്താനായിട്ട്. പോകുന്ന വഴിയൊക്കെ നല്ല അട്ടശല്യം ഉണ്ടായിരുന്നു. ഈ കാണുന്ന പോണ്ടിന് ചുറ്റിരുന്നാണ് നമ്മൾ പാട്ടുകൾ പാടിയതും കഥകൾ പറഞ്ഞതൊക്കെ. ക്യാമ്പിലെ മറ്റൊരു അട്രാക്റ്റീവ് തിങ് എന്ന് പറയുന്നത് ഈ മെഡിറ്റേഷൻ സെഷനായിരുന്നു. മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു സെഷൻ വളരെ റിലീഫായിരുന്നു. പിന്നീട് ഒരുപാട് നേരം നമ്മൾ അവിടെ ഇരുന്ന് പാട്ടുകൾ പാടുകയും കഥകൾ പറയുകയൊക്കെ ചെയ്തിരുന്നു. ഓൾമോസ്റ്റ് ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ ക്യാമ്പിലേക്ക് തിരിച്ചിരുന്നു. ഏകദേശം 11 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളുടെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. രാത്രിയൊക്കെ ആയപ്പോഴേക്കും നല്ല തണുപ്പ് കൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ തീയൊക്കെ കൂട്ടിയിട്ട് അതിന് ചുറ്റും ഇരുന്ന് സംസാരിക്കാനും പാട്ടുകൾ പാടാനും ഒക്കെ ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് വിത്തൗട്ട് ജഡ്ജ്മെൻ്റ് ഇല്ലാണ്ട് നമ്മൾ കേട്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പയ്യെ ഇവിടെ ഞങ്ങളൊരു സർക്കിൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് നേരം പാട്ടും ഒരുപാട് കഥകളും ഒക്കെ കേട്ട് ഞങ്ങൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. ഹലോ, ഇതാണ് നമ്മൾ മോർണിംഗ് വ്യൂ വരുന്നത്. നല്ല തണുപ്പുണ്ട്, പക്ഷേ ഞങ്ങളാരും വിറക്കുന്നില്ല. എനിക്ക് കാണാം. ഏകദേശം 2 കിലോമീറ്ററോളം ട്രക്ക് ചെയ്തിട്ട് വേണം രാവിലെയുള്ള വ്യൂ പോയിന്റിലേക്ക് എത്താനായിട്ട്. മുൾച്ചെടികളും വിഷജന്തുക്കളും വിഹരിക്കുന്ന കാട്ടിലൂടെയുള്ള ട്രക്കിംഗ് കുറച്ചധികം ഇൻട്രസ്റ്റഡ് ആയിരുന്നു. മുകളിലെത്തിയിട്ടുള്ള ഈ വ്യൂ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. തിപ്പടിമല, മീശപ്പുലിമല, കൊളുക്കുമല, ഈ 3 മലകളുടെയും മനോഹരമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് കണ്ടറിയാൻ കഴിയും. മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയും കാടിൻ്റെ വന്യതയും ഇവിടെ നിന്നാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ കാണുന്ന ടെൻറ്റുകളിലായിരുന്നു ഞങ്ങൾ നൈറ്റ് സ്റ്റേ ചെയ്തത്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ യെല്ലപ്പെട്ടിയുടെ മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതി നമുക്ക് കാണാൻ സാധിക്കും. ക്ലൗഡ് ബെഡ്സും മിസ്റ്റും എല്ലാം കൂടി ഇണങ്ങിയ മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി. കേരളത്തിലെ അവസാന വില്ലേജായിട്ടുള്ള യെല്ലപ്പെട്ടി വാക്കുകളിൽ വർണ്ണിക്കാൻ കഴിയാത്തതാണ്. ക്യാമ്പിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയായിരുന്നു. ക്യാമ്പിനെ യുണീക്കാക്കുന്ന മറ്റൊരു കാര്യം പരസ്പരം നെയിം ഡിസ്ക്ലോസ് ചെയ്യാതെ എഴുതുന്ന ഈ കത്തുകളായിരുന്നു. അത് വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു.
2 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞ് മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും യെല്ലപ്പെട്ടിയിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഒരു വലിയ ഫ്രണ്ട് സർക്കിൾ ബിൽഡ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും അവരവരുടെ നോർമൽ ലൈഫിലേക്ക് പോകുന്നത്.